ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കുറച്ച് പേര് സന്തോഷിക്കുന്നുണ്ടായിരിക്കും, കുറച്ച് പേരെന്നെ തെറി വിളിക്കുന്നുണ്ടായിരിക്കും. എനിക്കറിയാം നിങ്ങൾ കുറച്ച് പേരെന്നെ തെറി വിളിയും, കുറച്ച് പേര് സന്തോഷമാണെന്നുള്ള കാര്യം. ഞാൻ എപ്പോഴും നിങ്ങളോടൊരു കാര്യം തുടക്കകാലം മുതലേ ഒരു കാര്യം ഞാൻ പറയാറുണ്ട്. യുവർ കൺവിക്ഷൻ ഈസ് യുവർ ട്രേഡ്. നിങ്ങളുടെ കൺവിക്ഷനാണ്, നിങ്ങളുടെ ബോധ്യമാണ്, നിങ്ങളുടെ ഉറപ്പാണ് നിങ്ങളുടെ ട്രേഡ്. അങ്ങനെ ഒരു ബോധ്യത്തിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടില്ല. എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ്, എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ് തോന്നുന്നിടത്ത് കൊണ്ടുപോയി ട്രേഡ് എടുക്കുക. ഓക്കെ, എവിടെങ്കിലും കൊണ്ടുപോയി ട്രേഡ് എടുക്കുക. അങ്ങനെയല്ല. ഓക്കെ, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. എവിടെങ്കിലും കൊണ്ടിട്ട് ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ പറയുന്നത് കേൾക്കാതെ ട്രേഡ് എടുക്കുക. ഞാൻ ഇന്നലെ എന്താണ് പറഞ്ഞത്? ഇന്നലെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഓക്കെ, ഞാൻ ഒരു ബെയറിഷ് ട്രെൻഡായിരുന്നു, ബെയറിഷ് സെറ്റപ്പിൽ തന്നെ ആയിരുന്നു. ഓക്കെ, ഞാൻ അതിൽ നിന്ന് മാറുന്നില്ല, ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് മാറുന്നില്ല. എനിക്ക് ഒരു ബെയറിഷ് ആ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിൻ്റെ കാരണം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന്, അത് ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് പറഞ്ഞത്. എനിക്ക് നമ്പേഴ്സ് അല്ല കാര്യം. ഓക്കെ, ഒരു റിസൾട്ടിനകത്ത് വരുന്ന നമ്പേഴ്സ് അല്ല. ഓക്കെ, ആ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് എന്ത് മാജിക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് സംഭവം വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ നമ്പേഴ്സ് അല്ല കാര്യം, അതിൻ്റെ റിയൽ ഫാക്ടറാണ്. ഓക്കെ, അത് എങ്ങനെ മാർക്കറ്റിനെ അല്ലെങ്കിൽ ആ കമ്പനിയെ സ്വാധീനിക്കുന്നു എന്നതിലാണ് കാര്യം. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ HDFC ആണ് പറഞ്ഞ് ഞാൻ താഴെ പോയിട്ട് നേരെ തിരിച്ച് കയറി 2000 ക്ലോസ് ചെയ്തു. ശരി, ഞാൻ സമ്മതിക്കുന്നേ, 2000 ക്ലോസ് ചെയ്തു. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഏകദേശം 20-25 പോയിൻ്റ് കണ്ട് ഗ്യാപ്പ് അപ്പിലായിരുന്നു നമ്മുടെ HDFC ഓപ്പൺ ആയത്. ഓക്കെ, HDFC ഓപ്പണായി. നമ്മുടെ നിഫ്റ്റി 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്, അല്ലേ? 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ, നമുക്ക് നോക്കാമല്ലോ. 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു, ഇല്ലേ? ഒരു ചെറിയ ഒന്ന് പേടിപ്പിച്ചിട്ട് നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു. ഈ താഴോട്ട് വന്ന സ്ഥിതിക്ക് തന്നെ ധാരാളം ആൾക്കാർ പുട്ടെടുത്ത് ധാരാളം ആൾക്കാരുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചാടിക്കയറി AMO ഇട്ടോ, അല്ലെങ്കിൽ കാരണം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി ശ്രദ്ധിക്കുകയായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ നിഫ്റ്റി 30 പോയിൻ്റ് പ്ലസ്സിലാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി അപ്പോഴും -30 പോയിൻ്റ് ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? എത്ര പേർ ശ്രദ്ധിച്ചായിരുന്നു? -30 ആയിരുന്നു. അപ്പോൾ അതിനർത്ഥം മാർക്കറ്റ് ഇതൊരു ട്രിക്കി മോഡിലാണ്. മാർക്കറ്റ് ഏത് നിമിഷവും മാർക്കറ്റ് താഴോട്ട് വരാൻ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കൺഫർമേഷൻ എങ്ങനെയാണ്? മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്തു? താഴോട്ട് ഉള്ള വരവ് മാർക്കറ്റ് കാണിച്ചു, ഇല്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനൊരു സെൻറ്റിമെൻറ്റ്സ് വന്നപ്പോൾ റിസ്കി ട്രേഡേഴ്സ് എല്ലാവരും ഇവിടെ ആ ഹൈ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരൊരു ട്രേഡ് എടുത്തു കാണും. ആ ട്രേഡ് എടുത്തവർക്ക് നല്ല ഗംഭീരമായ പ്രോഫിറ്റ് കിട്ടി. മാർക്കറ്റ് 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 80 പോയിൻ്റ് നെഗറ്റീവിൽ പോയി. ടോട്ടൽ 110 പോയിൻ്റ് മാർക്കറ്റ് വീണു ഇവിടം വരെ. ഈ 110 പോയിൻ്റിൽ ഇതിനെ ഞാൻ കളഞ്ഞുതരാം. ഓക്കെ, ഈ നല്ലൊരു ബെയറിഷ് ക്യാൻഡിലേക്ക് വിട്ടേരെ. ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഇല്ലേ? ബെയറിഷ്, ഞാൻ ബിഗിനേഴ്സിനെ അല്ല പറയുന്നത് കേട്ടോ. ബിഗിനേഴ്സിന് ഇവിടെ ട്രേഡ് ഒന്നും ഇല്ല. ബിഗിനേഴ്സിന് ട്രേഡ് ഇല്ല, ഷുവർ. ഞാൻ റിസ്കി ട്രേഡേഴ്സിൻ്റെ കാര്യം പറയുന്നത്. അവർക്ക് എന്താണ്? ഈ ഒരു മറുബോസ് ബെയറിഷ് ക്യാൻഡിലാണ് വീണേക്കുന്നത്, ഇല്ലേ? ഒരു മറുബോസ് ബെയറിഷ് ക്യാൻഡിലാണ് വീണേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ടോ, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ടോ, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ പറയുന്നത് ഓൺലി റിസ്കി ട്രേഡേഴ്സിൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ബിഗിനേഴ്സിന് ട്രേഡ് ഇല്ല. ഓക്കെ, അതിനുശേഷം ട്രേഡ് എടുത്തവരുണ്ട്, നല്ല സുന്ദരമായിട്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടി കാണും. ഇല്ല, ഇനിയും ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ 50-50 റിസ്ക് എടുക്കുന്നവരാണ് എന്താ ചെയ്യുന്നവർ? ഈ ഫസ്റ്റ് കാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിനുശേഷം അവർക്ക് നമുക്കിവിടെ ഓൾറെഡി എസ്റ്റർഡേ ഒരു ഹൈ ഉണ്ട്, ഇല്ലേ? ആ ഹൈക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കുന്നവരാണെങ്കിൽ ഇവിടെ വരെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് അവർ ഒരു ട്രേഡ് എടുക്കും. എപ്പോഴും അവർക്ക് എന്ത് ചെയ്തു? ട്രേഡ് അച്ചീവ്. ഇന്നത്തെ ഈ ട്രേഡ്, ഇവിടെ ഇത്രയും ട്രേഡ് എടുത്തവർ തന്നെ ലക്ഷങ്ങൾ, സത്യം ലക്ഷങ്ങൾ, ഞാനത് കാണിക്കുന്നത് പ്രൈവസിക്കെതിരെ, അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് കാണുന്നത്. ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി സ്ക്രീൻഷോട്ട് അയക്കുന്ന ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 30,000, 40,000, 1,05,000 ഒത്തിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് വന്നു. മനസ്സിലായി പറഞ്ഞേ? അപ്പം നമ്മുടെ നമ്മുടെ ആ കൺവിക്ഷനാണ്, ഇല്ലേ? ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു മാർക്കറ്റ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. മാർക്കറ്റ് HDFC താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ റിലയൻസും താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞത്. ഈ ICICI ഫ്ലാറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, ഇല്ലേ? HDFC ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് HDFC നോക്കാം, എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം.
ഈ തെറി വിളിക്കുന്നവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മനസ്സിൽ എന്നോട് വിദ്വേഷം സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കേ. മാർക്കറ്റ് HDFC രാവിലെ ഏതാണ്ട് 30 പോയിൻറ്റോ 28 പോയിൻറ്റോ കൊണ്ട് ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ അവിടുന്ന് റിജക്ഷൻ വന്നു. ഈ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഈ ഗ്യാപ്പപ്പിൽ തന്നെ ഞാൻ 1920 നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടു കാണും. 1920 പി 80 പോയിൻ്റ് അകലെയാണെന്ന് ആലോചിക്കണേ. 1920 പി 3 രൂപ 50 പൈസയ്ക്ക് ഞാൻ എടുത്തു. 3 രൂപ 50 പൈസയ്ക്ക്. ഇത് ഇവിടെ എത്തിയപ്പം 7 രൂപ 15 പൈസ 20 പൈസയോ അങ്ങനെ കണ്ടായി ഞാൻ എക്സിറ്റ് ചെയ്തു. മനസ്സിലായി? ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൺവിക്ഷനാണ്. ഓക്കെ, എനിക്ക് എൻ്റെ ബോധ്യം എന്താണ്, മാർക്കറ്റ് എത്ര HDFC മുകളിൽ പോയാലും നേരെ തിരിച്ച് താഴോട്ട് വരും എന്നുള്ളത് എൻ്റെ കൺവിക്ഷൻ്റെ പുറത്താണ് ഞാനിവിടെ ബ്ലൈൻഡായിട്ട് തന്നെ എടുത്തത്. കാരണം എൻ്റെ കൺവിക്ഷനാണ്, എൻ്റെ ബോധ്യമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ബോധ്യം എനിക്ക് 100% ഉള്ളതുകൊണ്ടാണ് ഞാനതിൻ്റെ തെളിവ് സഹിതം നിങ്ങൾക്ക് ഗ്രൂപ്പിലിടുകയും ചെയ്ത സ്ക്രീൻഷോട്ട് അല്ലേ, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ നേരെ പോയി എത്ര പോയിൻ്റ് 1978 എൻ്റെ ബർത്ത്ഡേ 1978 അവിടം വരെ വന്നു. അതായത് 2078 വരെ 22 പോയിൻ്റ് ഇവിടുന്ന് 22 പോയിൻ്റ് മാർക്കറ്റ് ഇവിടുന്ന് ഫോൾ ചെയ്തു ഇല്ലേ. അതിനുശേഷം വീണ്ടും പോയപ്പം ഞാൻ വീണ്ടും ഇവിടെ തന്നെ ഇവിടെ അല്ല, ഈ റിജക്ഷൻ ക്യാൻഡിൽ ഈ അവിടുന്ന് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പം 1960 PE ഞാൻ എടുത്തു. അതും എനിക്കൊരു 4 പോയിൻറ്റ് 10 ഞാൻ അങ്ങോട്ട് 10 രൂപ ചില്ലറയ്ക്കാണ് ഞാൻ എടുത്തത്. 10 രൂപ ചില്ലറയ്ക്ക് എടുത്തിട്ട് ഞാനത് 13 രൂപയ്ക്കാണ്ട് ഞാനത് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയാണ് ഞാൻ മെസ്സേജ് ഇട്ടത്, അർജുന നീ എന്ത് കാണുന്നുള്ള മെസ്സേജ് ഞാൻ ഗ്രൂപ്പിലിട്ടത് ഇവിടെയാണ്, ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ 2 ഓപ്പർച്യൂണിറ്റി നമുക്ക് HDFCയിൽ കിട്ടി. ഇതേ സെയിം സിനാരിയോ നമുക്ക് നിഫ്റ്റിയിൽ ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വരാം. അതിനുശേഷം മാർക്കറ്റ് ഈ HDFCയുടെ കാര്യം പറഞ്ഞു തീർത്തിട്ട് വരാം. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു, ഒരു ചെറിയ കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു ഇല്ലേ. പിന്നെ വലിയൊരു ബൂം നമ്മൾക്ക് HDFC കാണാൻ പറ്റിയില്ല. പിന്നെ കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. അവസാന നിമിഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അതായത് അവരവരുടെ ഈ ഇൻട്രാഡേ സമയമാകുമ്പോൾ അവരുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യണമല്ലോ. അപ്പം ഷോർട്ട് ചെയ്തവരെല്ലാം ഇവിടെ എക്സിറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോകും. ഇതാണ് ഇവിടുത്തെ ഈ പൊങ്കലിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഇവിടെ ഇത്രയും പൊങ്ങിയത്? അവസാനത്തെ സമയമായപ്പം മാർക്കറ്റ് എന്താ സംഭവിച്ചത്, ഇവിടെയൊക്കെ ഇൻട്രാഡേയിലുള്ള പൊസിഷൻ എന്ത് ചെയ്യും, അവർ ഇൻട്രാഡേയിലുള്ള പൊസിഷൻ കോള് വന്നു നാട്ടിൽ നിന്ന്. ഇൻട്രാഡേ എന്നുള്ള പൊസിഷൻസ് അവരെന്ത് ചെയ്യും, സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവരും ഷോർട്ട് വെച്ചേക്കുമായിരിക്കും ഇല്ലേ. ഷോർട്ട് വെച്ചാൽ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, അവിടെ ബൈങ് പ്രഷർ വരും. അങ്ങനെ ചെറുതായിട്ടില്ല, അവസാന നിമിഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് ഈ ഒരു സംഭവം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. 2000-ന് മുകളിൽ HDFC സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു അപ്സൈഡ് ഉള്ളൂ എന്ന് ഞാൻ അസന്നിഗ്ധമായിട്ട് തീർത്ത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 2050-ലാണ്. 2000.050 ഇല്ലേ, 2000.50 പൈസയിൽ 2000 രൂപ 50 പൈസയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നാളെ നോക്കാം എന്താ സംഭവിക്കുന്നത്. നാളത്തെ ഡേ ക്യാൻഡിൽ 2000-ന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എൻ്റെ വാദങ്ങളെല്ലാം പിൻവലിച്ചു, HDFC മുകളിലോട്ട് പോകും. 2000 സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം HDFC എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. കാരണം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ല, വടയും ബോണ്ടും ചായയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വിചാരിച്ചായിരിക്കും റീറ്റെയിലേഴ്സ് മേടിക്കുന്നത്. പക്ഷെങ്കിൽ എത്രത്തോളം അത് മുകളിലോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം. ഒരു പക്ഷേ ഞാൻ തെറ്റായിരിക്കാം, എങ്കിലും ഞാൻ എൻ്റെ വാദം പറയുന്നു. ആർക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. നമുക്ക് മാർക്കറ്റിൽ ഒരു കാരണവശാലും മാർക്കറ്റിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രൊഡിക്ഷനും നമുക്ക് മാർക്കറ്റിൽ പറ്റത്തില്ല. നമ്മുടെ സാധ്യതകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ സാധ്യതകൾ എനിക്ക് മനസ്സിലായ സാധ്യതകളാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പം എൻ്റെ കൺവിഷൻ എന്ന് പറഞ്ഞാൽ 2000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും, HDFC മുകളിലോട്ട് പോകും. ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു അപ്സൈഡ് നമുക്ക് HDFCയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു കൺവിക്ഷൻ HDFC കാര്യത്തിൽ. കാര്യം ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത സംഭവത്തിലോട്ട് വരാം. അപ്പോൾ അടുത്ത് നമുക്കിനി റിലയൻസ് നോക്കാം. റിലയൻസ് പ്രത്യേകിച്ച് പറയാനുണ്ട്. റിലയൻസ് നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ. റിലയൻസ് ഓപ്പൺ
ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് തന്നെ പോയിരുന്നു. ഒരു അപ്സൈഡ് പോലും കാണിച്ചില്ല. നമ്മൾ വിചാരിച്ചോളൂ തന്നെ റിലയൻസ് നേരെ താഴെ പോയിരുന്നു. കാരണം അതിൻ്റെ നമ്പേഴ്സൊക്കെ വളരെ മോശമായിരുന്നു. അത് കണക്കിനകത്തിലെ കളികളായിരുന്നു. ഓക്കെ, അപ്പം ഇനിയും അടുത്ത് നമുക്ക് എന്താണ് നോക്കുക? ICICI നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല റിസൾട്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായതില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞു, ഓൾറെഡി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. ICICIയുടെ റിസൾട്ട് ഇനി നമുക്ക് നല്ല റിസൾട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. നമുക്ക് ഇനിയിപ്പോൾ എന്താ സംഭവം? ഇനി നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചത്? നിഫ്റ്റി സംഭവിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ HDFC എങ്ങോട്ടാണോ പോയത് അതേ രീതിയിൽ തന്നെയാണ് ഇതും വർക്ക് ചെയ്തത്. ഇതില്ലേ നോക്കിക്കേ, നേരെ താഴോട്ട് വന്നു, അതിനുശേഷം വീണ്ടും മുകളിലോട്ട് പോയി, അതിനുശേഷം വീണ്ടും ഒരു ചെറിയ ഡിപ്പ് കിട്ടി, പിന്നെ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലായിരുന്നു. അവസാന നിമിഷം ഒരു ബൂമ് മുകളിലോട്ട് കിട്ടി. ഇത്രയുമാണ് സംഭവിച്ചത്. ഓക്കെ, ഞാൻ അപ്പം ഞാൻ ഈ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മാർക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവിക്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ബിഗിനേഴ്സിന് ആകെ പോകാൻ ട്രേഡ് ഉണ്ടായിരുന്നു പറയാൻ ദാണ്ട് ഇവിടെ മാത്രമാണ്, ഈ ഒരു ഏരിയയിൽ. പിന്നെ എന്ത് ചെയ്യാം, ഞാൻ കുറച്ചുകൂടെ വലുതാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ്റെ ആവശ്യമില്ല. ഈ ട്രെൻഡ് ലൈൻ്റെ കാര്യം കഴിഞ്ഞു. ഞാൻ കട്ട് ചെയ്ത് കളയട്ടെ. ഇതിൻ്റെയും ആവശ്യം നമുക്കില്ല. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് നോക്കാം. ബിഗിനേഴ്സിന് ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ എക്സ്പീരിയൻസ് ട്രേഡേഴ്സിന് മാത്രമേ ഇവിടെ ട്രേഡ് ഉള്ളൂ. അങ്ങനെയുള്ള ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി സമ്മതിച്ചു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലേക്ക് പോയി അല്ലേ. നമ്മുടെ ഈ ഒരു കോളത്തിനകത്തിൽ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട്, ഇത് നമ്മുടെ പഴയ വരയാണ്. ഞാനിപ്പോൾ ഇന്നാണ് വരയെല്ലാം വരയ്ക്കുന്നത്. റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു അല്ലേ. അതിനുശേഷം ആ റേഞ്ച് ബൗണ്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ചിലപ്പോൾ നീണ്ടുപോവേ. ഡേ ക്യാൻഡിൽ ഞാൻ പറഞ്ഞു, നമ്മളൊരു ഡേ ക്യാൻഡിലിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു ഇല്ലേ. ഒരു ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു ഇങ്ങനെ. ഒരു കഴിഞ്ഞ ഏപ്രിൽ മാസം മുതലുള്ളൊരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിരുന്നു. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഒരിക്കലും ഈ 6 മാസത്തിനിടയിൽ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഏകദേശം 6 മാസം, ഈ 6 മാസത്തിനിടയിൽ മാർക്കറ്റ് ഒരിക്കൽ പോലും പൊട്ടിയെങ്കിലും താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. എപ്പോഴും വരയുടെ മുകളിൽ ക്ലോസ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇല്ലേ. പക്ഷേ ഇവിടെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഡേ ക്യാൻഡിൽ താഴെ നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു ഇല്ലേ. അതിനുശേഷം ഇന്ന് മാർക്കറ്റ് വീണ്ടും ഒരു റിജക്ഷനോടുകൂടെ, ഒരു ലോങ് വിക്ക് റിജക്ഷനോടുകൂടെ മാർക്കറ്റ് ഗ്രീൻ ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്തു. പക്ഷെങ്കിൽ ഇതിൻ്റെ കൺഫർമേഷൻ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്യണം. അപ്പം നാളെ ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലോങ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ഒരു അപ്സൈഡ് റാലി നടക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ക്ലിയറാണ്, വെരി ക്ലിയറാണ് ഇല്ലേ. മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുകയാണ്. ഈ ഓസിലേഷൻ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം തിരിച്ച് മാർക്കറ്റ് റിക്കവറി ചെയ്യാൻ ശ്രമിക്കുന്നു ഡേ വൈസിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നാളെ കൂടെ റിക്കവറി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡേ ക്യാൻഡിൽ ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ് സെറ്റപ്പാണെന്ന് നമുക്ക് പറയാം. ഇതാണ് ഡേ വൈസിലുള്ള എൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, നമുക്കിനി ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേയിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഞാൻ പഴയ വരകളെല്ലാം വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പോയ വരകളുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, ആ വരകളെല്ലാം ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക ട്രെൻഡ് ലൈൻ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. നമ്മുടെ 25,134 നമ്മുടെ ഒരു വരയുടെ കിടപ്പുണ്ട് അല്ലേ. ഈ 25,134 ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഈ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട്. 25,220, 25,255, 25,324, 25,418 ഒക്കെ കിടപ്പുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റേഞ്ചിലോട്ട് നമുക്ക് നോക്കാം. പക്ഷെങ്കിൽ മാർക്കറ്റ് ഒരു 15 മിനിറ്റ് നേരം ഇൻട്രാഡേ ബൈസിൽ ഒരു 15 മിനിറ്റ് നേരം ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ ഈ 25,134 ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ, ഇതാണ് ഒന്നുകൂടെ കൺഫർമേഷൻ, ഈ ട്രെൻഡ് ലൈനാണ് ഒന്നുകൂടെ കൺഫർമേഷൻ. ഇത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ വരകളൊന്നും മാറ്റാനില്ല, ഒരു വരകളും മാറ്റാനില്ല. അഡീഷണലായിട്ട് ഞാനിപ്പോൾ ഈ ഒരു വര മാത്രമേ വരച്ചിട്ടുള്ളൂ ഇവിടെ. അത് ഞാൻ രാവിലെ നിങ്ങൾക്ക് വരച്ചിട്ട് വന്ന സാധനം അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ഒരു ബോക്സിനകത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് ഇതിനകത്ത് നിന്ന് മാർക്കറ്റ് നാളെ ഇനി എന്താ സംഭവിക്കുന്നത്? നാളെ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യണം. ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ
ഫ്ലാറ്റാണ് അവിടെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്ത് കൺഫർമേഷൻ നമ്മുടെ ട്രെൻഡ് ലൈൻ ഇല്ലേ, ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് വരെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇല്ല ഇത് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമോ, അല്ല ഇത് ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് കൺഫർമേഷനാണ് മാർക്കറ്റ് താഴോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ നാളെ നമുക്ക് കറക്റ്റ് കാര്യം ഇതിൻ്റെ സംഭവവാസങ്ങളെല്ലാം അറിയാം. അപ്പം ഞാൻ ഈ പറഞ്ഞ അപ്പോൾ നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത ആഴ്ച ഇനി ഒരു കാര്യത്തോടെ ഞാൻ പറഞ്ഞത്, അടുത്ത ആഴ്ച ഇൻഫിയുടെ റിസൾട്ട് വരും. ഇൻഫിയുടെ റിസൾട്ട് അപ്പം ഇൻഫി ഈ ആഴ്ച ഭയങ്കര വോളറ്റൈലായിരിക്കും. ഓക്കെ, അപ്പോൾ ടി സി എസിൻ്റെ റിസൾട്ട് അത്ര മോശം, അത്ര സുഖമല്ലായിരുന്നു. വിപ്രോയുടെ റിസൾട്ട് അത്ര മോശം, ടി സി എസിൻ്റെ റിസൾട്ട് അത്ര സുഖമല്ലായിരുന്നു. വിപ്രോയുടെ റിസൾട്ടും അത്ര സുഖമല്ലായിരുന്നു. ഓക്കെ, രണ്ട് പേർക്കും പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു വാങ്ങൽ ഈ ഇൻഫിക്കും ഉണ്ടാകുമോ എന്നുള്ളത് മാർക്കറ്റിന് ഡൗട്ടുണ്ട്. അപ്പം ഇൻഫി എങ്ങോട്ട് പോകുന്നു ആ രീതിക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. നാളെ റിലയൻസ് റിക്കവർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കുക. ഓക്കെ, റിലയൻസ് റിക്കവർ ചെയ്യുന്നില്ല, താഴോട്ട് തന്നെ പോകുന്നെങ്കിൽ മാർക്കറ്റും ആ വഴിക്ക് തന്നെ പോകും. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എച്ച് ഡി എഫ് സി ന്യൂട്രലായിട്ട് നിൽക്കണം. ഐ സി ഐ സി ന്യൂട്രലായിട്ട് നിൽക്കുകയും ഓക്കെ കൺസോളിഡേഷൻ മോഡിൽ പോവുകയും റിലയൻസും ഇൻഫിയും താഴോട്ട് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി താഴോട്ട് തന്നെ പോകും. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എച്ച് ഡി എഫ് സിയെയും ഐ സി ഐ സിയെ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് റിലയൻസിനെ ഇൻഫിയും ശ്രദ്ധിക്കുക. ഇവർ തമ്മിലായിരിക്കും, 4 പേർ തമ്മിലായിരിക്കും കടുംപിടുത്തം നടക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഏത് സൈഡിലാണ് സ്ട്രെങ്ത് എന്ന് നോക്കുക, ആ സൈഡിലോട്ടായിരിക്കും മാർക്കറ്റ് പോകാനുള്ള സാധ്യത. ഇത് ഞാൻ എൻ്റെ സാധ്യത മാത്രം, പ്രോബബിലിറ്റി മാത്രം പറഞ്ഞു കേട്ടോ, എങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, ഞാൻ എൻ്റെ കൺവിക്ഷൻ, എൻ്റെ ബോധ്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ദയവ് ചെയ്ത് എൻ്റെ ബോധ്യങ്ങളാണ്. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ സെറ്റപ്പിലേക്ക് ട്രേഡ് വരുമ്പോൾ മാത്രമേ, ഇതൊക്കെ ഞാൻ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ, എങ്ങനെ നമ്മൾ ആ ട്രേഡ് എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഈ പറഞ്ഞ റിലയൻസ്, എച്ച് ഡി എഫ് സി അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് നമ്മുടെ നിഫ്റ്റിക്കകത്തിൽ ഉണ്ടാകുന്ന എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് ആ ക്ലാസ്സിനകത്ത് ഞാൻ സംസാരിക്കും. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വരാം. ഓക്കെ, നിർബന്ധമൊന്നുമില്ല. അപ്പം അതിന് പ്രൊമോഷൻ പരിപാടി ഒന്നും അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കുന്നുമില്ല. ഓക്കെ, കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് വരുന്നവർ മാത്രം വന്നുവെച്ചാൽ മതി. അപ്പം എങ്ങനെയാണ് ഈ വക സ്റ്റോക്കുകളൊക്കെ നമ്മുടെ നിഫ്റ്റിയെ സ്വാധീനിക്കുന്നത്, അതെങ്ങനെ മുന്നോട്ട് ഇവർ മുഖാന്തരം മുന്നോട്ട് നയിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് നമുക്ക് അതിനകത്ത് സംസാരിക്കാം. അതൊക്കെ പോട്ടെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ഇവരെ, ഈ 4 സ്റ്റോക്കിനെ ശ്രദ്ധിക്കുക. എച്ച് ഡി എഫ് സി, ഐ സി ഐ സി, റിലയൻസ്, ഇൻഫി, ഇത്രയും ഇവരെ ശ്രദ്ധിക്കുക. ഇവരെങ്ങോട്ട് പോകുന്നു നോക്കുക, അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇടുന്നത് എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് മാത്രമാണ്. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ്, നിങ്ങൾക്ക് എവിടെയാണോ ഒരു സെറ്റപ്പ് ഉണ്ടാകുന്നത് ആ സെറ്റപ്പിലേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കുക. അല്ലാതെ ഞാൻ പറഞ്ഞു ഇവിടെ കണ്ടു ട്രെൻഡ് ലൈൻ വരച്ചിട്ടു, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചാർട്ട്, ഇന്നൊരാൾ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ സാർ ഗ്രൂപ്പിൽ ചാർട്ട് ഇട്ട് എന്നെ മിസ്ഗൈഡ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ലോസ് വന്നു, ഒരാൾ പറഞ്ഞതാണ്. ഞാൻ എന്താ മറുപടി പറയണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നിങ്ങളുടെ ബോധ്യങ്ങളാണ്. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ മറ്റൊരാളെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോൾ കോള് മറ്റുള്ളവരെ സ്വീകരിക്കുന്നവരാണെങ്കിലും ആ ആളുടെ കൺവിക്ഷൻ അനുസരിച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളുടെ കൺവിക്ഷൻ അല്ല. ആ ആൾക്ക് നിങ്ങൾക്ക് കോൾ തരുന്നതിന് മുൻപേ പുള്ളി എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കോൾ തരുന്നത്. ആരായാലും എക്സ് ഓർ വൈ ആരായാലും. അതിനുശേഷം നിങ്ങളത് തപ്പിപ്പിടിച്ച് എൻട്രി എടുത്ത് സ്ട്രൈക്ക് അടിച്ച് എൻട്രി എടുത്ത് വരുമ്പോഴത്തേക്കും ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് പകുതി മൂവ് ചെയ്ത് കാണുമായിരിക്കും. അപ്പോഴേ നിങ്ങൾ ആ പകുതിക്കായിരിക്കും നിങ്ങൾ എൻട്രി എടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അതേസമയം നിങ്ങൾക്ക് ഈ ബോധ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജിയും സ്വന്തമായിട്ട് ഒരു ട്രേഡ് ചെയ്യാനുള്ള ഒരു കൺവിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സുന്ദരമായിട്ട് നിങ്ങൾക്ക് ന്യായമായ പ്രോഫിറ്റ് എടുത്ത് മാറാം. നിങ്ങൾ ഇന്ന് പറ്റിയതെല്ലാം എന്താണ്? ന്യായം ബുക്ക് ചെയ്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ട്രേഡ് ഉണ്ടായിരുന്നു. എവിടെയാണെന്നറിയാമോ? ഞാൻ മുമ്പ് ഒരു വര ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ വരയ്ക്ക് ഇവിടെ ഒരു വര നേരത്തെ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ വരയ്ക്ക് ഇവിടെയായിരുന്നു. ഈ വര ഇവിടെ ഒരു വര നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഈ വരയ്ക്ക് ഇവിടെ ഒരു ട്രേഡ് ഉണ്ട്. പക്ഷേ നമ്മൾ വേണ്ട, അതിനെപ്പറ്റി സംസാരിക്കണ്ട, പോട്ടെ. കാരണം നമ്മൾ അത് പിന്നെ അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. അത് പോട്ടെ. നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ഒരു പക്ഷേ ട്രേഡ് ഉണ്ടെന്ന് പറയാനാണ് ഇവിടെ ഉണ്ടായിരുന്നു ട്രേഡ് ഇല്ലേ? ഇവിടെ ബിഗിനേഴ്സ് നമ്മുടെ വരയിൽ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു വന്നു. അല്ലെങ്കിൽ ഇതാണ്ട് ഇവിടെ ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇച്ചിരി ലോങ് ക്യാൻഡിലാണ് ഇല്ലേ നമ്മൾ പറയുവാണ്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. ഈ ട്രേഡ് എടുത്തവർക്ക് അല്ലെങ്കിൽ ഇതാ റീടെസ്റ്റ് ഉണ്ടെന്ന് ഇവിടെ ട്രേഡ് വലുതാക്കി കാണിക്കാം. ഞാൻ ഒരു മിനിറ്റ് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മളെ അങ്ങനെ താറടിച്ച് കാണിക്കാൻ പാടില്ലല്ലോ. ഓക്കെ,
ഇപ്പോൾ ഇടയ്ക്കിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകിൽ ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ഇല്ലേ, ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു, അതിനുശേഷം റീടെസ്റ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു ഇല്ലേ, ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ഒന്നത്. ഇല്ലെങ്കിൽ ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുകയാണ്. ഇത് എൻഗൾഫിംഗ് ക്യാൻഡിലൂടെയാണ്, ഡബിൾ കൺഫർമേഷൻ ആണ്. ഏതാണ്, നമ്മുടെ പോയിന്റിൽ നിന്ന് റിജക്റ്റ് ചെയ്തു, അതിനുശേഷം ഒരു എൻഗൾഫിങ്ങും വന്നു. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇല്ലേ, ഇതിൻ്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ്. കൃത്യമായി അതിൽ എൻട്രി എടുത്തവർക്കും നല്ല ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി ഇല്ലേ, കിട്ടിയില്ലേ? ഈ ഒറ്റ ട്രേഡ് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഒറ്റ ട്രേഡ്. ഈ ട്രേഡിനെ നിങ്ങൾ കാത്തിരിക്കണം. ഇത് നിങ്ങളുടെ സെറ്റപ്പ് അല്ലേ, ഈ ഒരു ട്രേഡ് സെറ്റപ്പിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം. ഇതിന് നിങ്ങൾക്ക് ക്ഷമയില്ല, എവിടെയെങ്കിലും കിട്ടും, അടി ഇവിടെ അടി ബഹളം. അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ് വഷളാക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തിരുത്താനുള്ളവർ തിരുത്തുക. അല്ല, നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തി പോവുക. നിങ്ങൾക്ക് പറ്റുന്ന പരിപാടിയല്ല. ഓക്കെ, എനിക്കിത് പറ്റത്തില്ല, എൻ്റെ കാശ് വളയാൻ തയ്യാറല്ല, വെച്ചൊഴിഞ്ഞ് പോവുക, മംഗളം പാടി അവസാനിപ്പിക്കുക. അത്ര മാത്രമേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇനി നമുക്കിനി ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി 600 പോയിൻറ്റോളം 670 പോയിൻറ്റോളം മാർക്കറ്റ് മുകളിലോട്ട് കയറി ഇല്ലേ. ശേഷം ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ കറക്റ്റ് ലെവലുകൾ സപ്പോർട്ട് എടുത്ത് റെസൻസ് എടുത്ത് നേരെ താഴെ വന്നു, സപ്പോർട്ട് നമ്മുടെ ലൈൻ എടുത്തു, നേരെ തിരിച്ച് വീണ്ടും പോയി നമ്മുടെ ലൈനിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് പോയി. ട്രേഡ് എടുക്കാനുള്ളവർക്ക് ട്രേഡ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഈ ലൈൻ വേണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലൈൻ ഇത് ഇങ്ങനെ എഴുതണോട്ടെ, ഇതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എഴുതണോട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക് നാളെ നോക്കുക ട്രേഡ് ഇവിടെ ഇതിനകത്ത് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇല്ല ഇതെവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് സെറ്റപ്പ് എന്ന് നോക്കുക, എങ്ങോട്ടാണ് മാർക്കറ്റിൻ്റെ ഗതിയെന്ന് നോക്കി HDFC നിങ്ങൾ നോക്കി ട്രേഡ് നിങ്ങൾ HDFC പ്ലാൻ ചെയ്യുക. നിഫ്റ്റിയുടെ കാര്യം മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ലെവലുകളെല്ലാം റെസ്പെക്റ്റ് ചെയ്ത് സുന്ദരമായിട്ട് റെസ്റ്റൻസ് എടുത്തിരിക്കുകയാണ് ഇല്ലേ. ഇത് നമ്മുടെ മിഡ് ക്യാപ്പിനെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു BSE ആണെന്ന് പറഞ്ഞു. BSE 72 പോയിൻറ്റ് കയറിയതിൻ്റെ ആ ഒരു പകിട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം ഏകദേശം ഒരു ന്യൂട്രൽ ചെറിയ പോസിറ്റീവ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേങ്കിൽ പെർസിസ്റ്റൻസ് സിസ്റ്റം 231 പോയിൻറ്റ് കയറി ഇല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും കൂടാണ് മിഡ് ക്യാപ്പിനെ ഇത്രയും വലിച്ച് മുകളിൽ കയറ്റിയത്. ഇപ്പോഴും കറക്റ്റ് 315 ഒരു റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. അപ്പം അവിടെ നിന്ന് ഇനി എന്ത് സംഭവിക്കും നോക്കിയിട്ട് മാത്രം താഴോട്ടോ മുകളിലോട്ടോ നിങ്ങൾ ട്രേഡ് നോക്കുക. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരാൾ കംപ്ലയിൻറ്റ് പറഞ്ഞല്ല, നിങ്ങൾ കൃത്യമായ വര നോക്കി നമുക്കത് ഐഡൻറ്റിഫൈ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു വരയല്ല നിങ്ങളുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഇതൊരു റേഞ്ചാണ്. 5-10 പോയിൻറ്റിൻ്റെ ഒരു ബേസ് ലൈനായി ഒരു റേഞ്ച് ആയിരിക്കും എപ്പോഴും നമ്മുടെ. ഞാൻ എൻ്റെ കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എല്ലായിടത്തും ഞാൻ ബോക്സ് വരയ്ക്കാൻ നടക്കണം, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നോക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മുട്ടാൻ നിങ്ങൾ നോക്കിയിരിക്കരുത്, താഴോട്ട് വരുമ്പോഴും താഴെ മുട്ടാൻ നോക്കിയിരിക്കരുത്. അതിനു മുമ്പ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ട്രെയിൻ എടുക്കുമ്പോൾ മാത്രം കറക്റ്റ് അവിടെ ആ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്ത് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം തിരിച്ച് കയറി നോക്കുക. നമ്മൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മുട്ടാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കരുത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ലൈൻ ഒരു റേഞ്ച് ആയിരിക്കില്ല ഈ ലൈൻ എപ്പോഴും. ഓക്കെ, ഒരു 5, 10, 15, 20 പോയിൻറ്റിൻ്റെ ടോട്ടൽ ഒരു റേഞ്ച് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ചിന്ത എപ്പോഴും അങ്ങനെ വേണം. ദയവ് ചെയ്ത് നിങ്ങൾ ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കലാപരിപാടി അവസാനിപ്പിക്കുക, അതായത് നല്ലത്. കാരണം നമ്മൾ ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ട് ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപകാരമില്ലെന്നുണ്ടെങ്കിൽ ഉപകാരമില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കത് നിർത്താൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പക്ഷേങ്കിൽ കുറച്ച് വർഗ്ഗങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് അറിയാം. കാരണം അവരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. എന്തായാലും കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൺവിക്ഷനാണ് നിങ്ങളുടെ ട്രേഡ്. ഓക്കെ, അതാണ് ഇന്നത്തെ ക്യാപ്ഷൻ ഇട്ടേക്കുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള സാറേ അങ്ങനെ തന്നെ ക്യാപ്ഷൻ ഇടണമെന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് ക്യാപ്ഷൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബോധ്യമാണ് നിങ്ങളുടെ ട്രേഡ്. ആ ബോധ്യത്തിൽ എത്തിയെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. ആ ബോധ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾ പിന്മാറുക. ഇതാണ് ട്രേഡിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.